അപ്പോൾ അദ്ദേഹം എനിക്കൊരു അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ആളുടെ ഡേറ്റ് ഓഫ് ഡെത്ത് എടുത്തപ്പോൾ അത് ആ ദിവസം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണ ദിവസം. തന്നെ വരും ആഭിചാര ദോഷം. ഇത് എല്ലാവർക്കും അങ്ങനെ വരില്ല. വരുന്ന ആൾക്കാർക്ക് ഉണ്ടോ ഇല്ലയോ അത് നോക്കി അതൊക്കെ അനുസരിച്ചിട്ടുള്ള പ്രതിപതി നമുക്ക് പറഞ്ഞു കൊടുക്കും. നിങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആഭിചാര ദോഷം ചെയ്യുന്നത്. നിങ്ങൾ ജീവിക്ക വേണ്ട. നല്ലത് ജീവിച്ച ഒരു ആൾക്കാർ, ഉയർച്ച ഉള്ള ആൾക്കാർ ഇന്നും ഒന്നുമേ ഇല്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് റോഡിൽ തിരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഈ രാഷ്ട്രീയക്കാരൊക്കെ ഉയർന്ന ലെവലിൽ വരാതിരിക്കാൻ വേണ്ടി എതിർ കക്ഷിയിൽപ്പെട്ട ആൾക്കാർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ധർമ്മങ്ങൾ നിങ്ങൾ ചെയ്ത ധർമ്മം പുണ്യമാണ് നിങ്ങൾക്ക് അവസാനത്തെ വരുന്നതെന്ന് പറയും. ആ ധർമ്മങ്ങൾ നീയും ഒരു ദിവസം വേറെ ഒരു ആൾക്കാരുടെ ആയുസ് പോയി നമുക്ക് ആ ഒരു ദിവസം കിട്ടും. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ആഭിചാരം എന്നൊരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ പലർക്കും ഇതിൽ വിശ്വാസമൊന്നുമില്ല. പക്ഷേ നമ്മുടെ അനുഭവങ്ങൾ നമ്മളത് വിശ്വസിപ്പിക്കും. കാരണം ഇതിനെ എതിർത്തവരെല്ലാം ഒരു കാലത്ത് ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് നരകിച്ച് ഇതിന് പരിഹാരം ഉണ്ടോ എന്ന് പറഞ്ഞ് അന്വേഷിച്ച് പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് സ്വന്തമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്കിതിൽ വിശ്വാസമില്ലാതെ ഞാനും ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് അതിന് പരിഹാരം കണ്ടെത്തിയപ്പോൾ വളരെ വലിയ ജീവിത വിജയം പിന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മറ്റുള്ളവർക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഇത്തരം വിഷയങ്ങൾ നാഡീ അസ്ട്രോളജിയിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ അടുത്തായി ചിന്തിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി പ്രശസ്ത നാഡീ അസ്ട്രോളജർ കെ ഉത്തമരാജൻ, അദ്ദേഹം തിരുവനന്തപുരത്ത് ശ്രീകണ്ഠേശ്വരത്താണ് ഉള്ളത്. അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. അതിനു മുമ്പ് മറക്കരുത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആഭിചാരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതിന് പരിഹാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. കാരണം ഇത്തരം കമൻറ്റുകളിൽ നിന്നാണ് നമ്മൾ പുതിയ പുതിയ ആൾക്കാരെ കണ്ടെത്തുകയും അവരെ ഇവിടെ ഇൻ്റർവ്യൂവിന് കൊണ്ടുവരികയൊക്കെ സാധ്യതയുള്ളത്. അപ്പോൾ അത്തരം വിഷയങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരമാകുന്ന രീതിയിൽ നിങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ ഞങ്ങൾക്ക് വളരെയധികം ഊർജ്ജം ഉണ്ടാക്കുന്നതാണ്. കൂടുതൽ ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ കൂടുതൽ ആൾക്കാരെ എത്തിക്കാനും അത് സഹായകമാകും. അപ്പോൾ നമുക്ക് ഉത്തമ രാജൻ സാറിലേക്ക് പോകാം. സ്വാമി പറഞ്ഞു. ആഭിചാര ദോഷം ഇത് എല്ലാവർക്കും അങ്ങനെ വരില്ല. വരുന്ന ആൾക്കാർക്ക് ഉണ്ടോ ഇല്ലയോ അത് നോക്കി അതൊക്കെ അനുസരിച്ചിട്ടുള്ള പ്രതിപതി നമുക്ക് പറഞ്ഞു കൊടുക്കും. ഈ ആഭിചാര ദോഷം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രം സംഭവിക്കില്ല, ഓരോ ആൾക്കാർക്കും സംഭവിച്ചുകൊണ്ടേ ഇരിക്കും. അല്ല, എനിക്ക് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചിട്ടെ, ഈ നാഡി എടുക്കുമ്പോൾ ഏത് കാണ്ഡം എടുത്താൽ നമുക്ക് അറിയാൻ പറ്റും ഇതിൽ ആഭിചാരം ഉണ്ടോ ഇല്ലയോ? ആഭിചാരം ഉണ്ടോ ഇല്ല നമുക്ക് ആറാമത്തെ കാണ്ഡം എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഓ ശരി. ആറാമത്തെ കാണ്ഡം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് ശത്രുക്കളുടെ ദോഷങ്ങൾ ഉണ്ടോ ഇല്ലയോ, ശത്രുവിനെ കുറിച്ച് അത് വ്യക്തമായിട്ട് പറയും. ആഭിചാരം ആര് ചെയ്തെന്ന് അറിയാൻ പറ്റും. ബന്ധുക്കളാണോ അല്ലെങ്കിൽ ബന്ധുക്കൾ അല്ലാത്ത ആൾക്കാരുകളാണോ അല്ലെങ്കിൽ താമസിക്കുന്ന വീട്ടിന് അടുത്തുള്ള ആൾക്കാരാ എന്ന് നമുക്ക് പറയാൻ പറ്റും. അവരെ പേരറിയാൻ പറ്റൂ? പേര് പറയാൻ പറ്റില്ല. പേര് വരൂല്ലേ, ആളറിയാക്കി പുതിയ കേസാവൂലേ? കേസാവില്ല, ഒരുപാട് പ്രശ്നങ്ങളാവും. പേര് വരില്ല. അപ്പൊ ആളായിരുന്നു ബന്ധുവാണെങ്കിൽ ബന്ധു എന്ന് അറിയാൻ പറ്റും. ബന്ധുല്ല അല്ലെങ്കിൽ ബന്ധുക്കളെ പോലെ വരുന്ന ഒരു ആൾക്കാരാ അല്ലെങ്കിൽ നിങ്ങൾ കൂടെ പഴകുന്ന ആൾക്കാർ ചിത്രങ്ങൾ ചെയ്യുന്നുണ്ടാ എന്ന് നമുക്ക് പറയാൻ പറ്റും. ശരി, അത് ഏത് രീതിയിലാണ് ആഭിചാരം ചെയ്തത് അറിയാം. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ അറബി മാന്ത്രികമുണ്ട്, തന്ത്രമുണ്ട്, മഹാമാന്ത്രികങ്ങൾ പലതും ഉണ്ടാവും. അപ്പൊ അതിൽ ഏത് കാറ്റഗറി വരണമെന്ന് അറിയാൻ കഴിയും. അപ്പോൾ അത് அவங்க ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും അത് ഒറ്റ രീതിയിൽ എടുക്കാനുള്ള വഴി നിങ്ങൾ പറയും. ഇങ്ങനത്തെ ഒരു പരിഹാരങ്ങൾ ചെയ്ത് എവിടെയും പോവേണ്ട. ഈ പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ തീരും. ഓക്കെ, അതിന്റെ വിശദമായ വിവരങ്ങൾ അതിലുണ്ടായിരിക്കും. വിശദമായിട്ട് വിവരങ്ങൾ നിങ്ങൾക്ക് പറയും. ഇപ്പം നമുക്ക് കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരാൾ വന്ന് നോക്കി അടുത്തുള്ള സ്ത്രീ നമുക്ക് ഒരുപാട് ചലഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞു. നമുക്ക് അദ്ദേഹം എന്നെ പറ്റി ചോദിച്ചത് അദ്ദേഹം എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകണോ എന്ന് ചോദിച്ചു. അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ വരില്ല. ഇതിൽ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്താൽ അദ്ദേഹം നിങ്ങളുടെ അടുത്ത് വരില്ല. നിങ്ങൾ ഒഴിവായിട്ട് പോകുമ്പോൾ ശത്രു നിങ്ങൾക്ക് മിത്രനായിട്ട് മാറും എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനത്തെ ഉള്ള ഒരു കാര്യം സംഭവിച്ചത് കൊണ്ട് ആ അമ്മയെ കുറിച്ച് സംസാരിച്ചിട്ട് പോയി. അപ്പോൾ ഈ ആഭിചാര ദോഷം കൊണ്ട് രോഗങ്ങളും ഉണ്ടാവും അല്ലേ? രോഗങ്ങൾ വരും, തീർച്ചയായും രോഗം വരും. അതുകൊണ്ടാണ് ആഭിചാര ദോഷം ചെയ്യുന്നത്. എന്തെങ്കിലും നിങ്ങൾ നടക്കണം, ഉണ്ടാവുന്നതിന് കാരണം ചിലപ്പോൾ അതായിരിക്കും. കടബാധ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക കുറെ ഉണ്ടാകുന്ന കടബാധയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആഭിചാര ദോഷം ചെയ്യുന്നത്. നിങ്ങൾ ജീവിക്ക വേണ്ട. നല്ലത് ജീവിച്ച ഒരു ആൾക്കാർ, ഉയർച്ച ഉള്ള ആൾക്കാർ ഇന്നും ഒന്നുമേ ഇല്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് റോഡിൽ തിരിഞ്ഞുകൊണ്ടിരിക്കും.
അപ്പോൾ ഈ പോകുന്ന ആൾക്കാർ എങ്ങനെയാണ് ജീവിച്ചിട്ടുള്ളത്, ഇന്ന് ഇങ്ങനെയാണ് ജീവിക്കുന്നത്, ഒരു കോടീശ്വരനായിട്ട് ഉണ്ട ഒരാൾ ഇന്ന് നമുക്ക് പൈസ അല്ലാത്ത ഒരാൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ചില ആൾക്കാർ പറയും. ഉദാഹരണത്തിന് പറയും, ഇപ്പോൾ പൊതുവായിട്ട് നമ്മൾ എല്ലാവർക്കും എങ്ങനെ പറയും, നല്ല രീതിയിൽ ജീവിച്ചു കൊണ്ടിരുന്ന ആൾക്കാർ ഇന്നും ഒന്നുമില്ലാതെ ഇരിക്കുന്നത്, ഇങ്ങനത്തെ ഒരു മനുഷ്യന് ഇങ്ങനെ സംഭവിച്ചിട്ട് പോയോ, അത് എന്താണ് സമയം ശരിയില്ല, അപ്പോൾ അത് ആരെയും ചെയ്തിട്ടുണ്ടോ, ഒരാൾ പറയും അയാൾക്ക് വന്നിട്ട് ചെയ്ത ഇതൊന്നും ശരിയല്ല, അത് ഗുണം ശരിയില്ലെന്ന് പറയും. അദ്ദേഹത്തിന് തരും നമ്മൾ ചെയ്തതെല്ലാം ജീവിച്ച സത്യമാണ് ഇല്ല, അതേ എല്ലാവരും സഹായം ചെയ്തുകൊണ്ടിരിക്കും. അദ്ദേഹത്തിന് സഹായം തിരിച്ചു കിട്ടാൻ ആളില്ലാതെ പോകും, സഹായിച്ച ആൾക്കാർ തിരിച്ചില്ലാതെ പോകും. അപ്പൊ അതായത് പലർക്കും ഈ വിഷയത്തെ കുറിച്ച് അറിയില്ല. ദുരിതങ്ങൾ ഇങ്ങനെ കൂടി വരുമ്പോഴാണ് അവർ ഇത്തരം വിഷയങ്ങൾ ഏതെങ്കിലും ജോലിസിനെ കാണുകയോ അല്ലെങ്കിൽ പരിചയക്കാരെല്ലാം പറയുമ്പോഴാണ് അവർ എത്തുക. പരിചയക്കാരെ പറയുമ്പോഴേ നമുക്ക് എത്തും. അപ്പൊ ദുരിതം കൂടുകയും അത് എവിടെ നിന്നാണ് ദുരിതം ഉണ്ടാവണമെന്ന് അറിയാൻ വയ്യാതെ വരികയാണെങ്കിൽ നിങ്ങൾ നാടിയെ കാണും. അങ്ങനെ നടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ നാടി വന്ന് എടുക്കുകയാണെങ്കിൽ 6ാം കാണ്ടം എടുത്തു കഴിഞ്ഞാൽ അറിയാൻ കഴിയും, അത് ആരെങ്കിലും പറഞ്ഞു കൊടുക്കും. ഈ ആൾക്കിட்ட ഇപ്പൊ ഞങ്ങൾ പറയും നിനക്ക് ഈ ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞാൽ നിനക്ക് അസുഖം കുറയുന്നു. അതുപോലെ നേരത്തെ നമ്മുടെ അടുത്ത് നോക്കിയ ആൾക്കാർ അങ്ങനെ ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് പറഞ്ഞു വിടുന്നത് ഇങ്ങോട്ട്. അപ്പൊ എനിക്ക് ഒന്നുകൂടെ അപ്പൊ നമ്മൾ ഈ ഡോക്ടറെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ഈ മഹാമാന്ത്രികന്മാരുടെ പേരോ അല്ലെങ്കിൽ പരമ്പരയോ ഇത് പരിഹാരം ചെയ്യാൻ വേണ്ടിയുള്ള ആരെങ്കിലും അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇത് പരമ്പരയായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഗുണം ഉണ്ടാകും. അത് ഏത് പരമ്പരയാണ് അതിന്റെ ആൾക്കാരെ പേരൊക്കെ വരുമോ? ആൾക്കാരുടെ പേര് മാത്രമേ വരും, പിന്നെ ഏത് പരമ്പരയും വരില്ല. പേര് വരും. ആ മാന്ത്രികം ചെയ്യാനുള്ള ആളുടെ പേര് വരെ വരും അല്ലേ? വരും. അപ്പൊ ഈ രാഷ്ട്രീയക്കാരൊക്കെ ഉയർന്ന ലെവലിൽ വരാതിരിക്കാൻ വേണ്ടി എതിർ കക്ഷിയിൽപ്പെട്ട ആൾക്കാർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ചെയ്യാനുള്ള വഴിയും ഉണ്ട്. അപ്പൊ നമുക്ക് ഇപ്പോൾ ഇരിക്കുന്ന ആൾക്കാർ நல்ல രീതിയിൽ വന്ന് വിജയത്തെ എത്തിക്കൊണ്ടേ ഇരിക്കും. ഈ ആൾ വരാമ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമോ അതുപോലെ സൂത്രങ്ങളും ചെയ്യാനുള്ള ആൾക്കാരുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു മണ്ഡലത്തിൽ രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ MLA ആവാൻ നിൽക്കാമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എൻ്റെ എതിർകക്ഷി ആരെന്ന് നേരത്തെ എനിക്ക് അറിയാമെങ്കിൽ അയാൾ ഒരു ആഭിചാരം ചെയ്തു എന്ന് വിചാരിച്ചു ഉദാഹരണത്തിന്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടോ എന്ന് നേരത്തെ നമുക്ക് അറിയാൻ പറ്റും. നേരത്തെ അറിയാൻ പറ്റും. പക്ഷെ ഈ ആളാണ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ അതിനകത്ത് വരില്ല. ഇങ്ങനെ ഒരു ചില അടയാളങ്ങൾ മാത്രമേ പറയും. അപ്പൊ ഇത്തരം ആഭിചാരങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെ വരുന്നത് തടയാൻ പാകത്തിന് എന്തെങ്കിലും യന്ത്രങ്ങളോ പൂജകളോ അത്തരം കാര്യങ്ങൾ ചെയ്യണമെന്ന് ഏതെങ്കിലും കണ്ടെത്തി പറയും. അതിനകത്ത് പറയും നിങ്ങൾക്ക് ഈ കാര്യം ചെയ്ത് ഇപ്പൊ MLA ആവണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ പരിഹാരങ്ങൾ ഇന്ന സ്ഥലത്തിൽ പോയി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് പറയും. അത് ചില ആൾക്കാർക്ക് വന്ന് തമിഴ്നാട്ടിലും ഉണ്ടാക്കാം, ഏത് സ്റ്റേറ്റ് ലെവലിൽ ഉണ്ടാകാം, വീട്ടിനടുത്ത് കൂടെ ഉണ്ടാകും. ശരി. ഇപ്പൊ എന്തെങ്കിലും യന്ത്രങ്ങളൊക്കെ വിധി ഉണ്ടെങ്കിൽ ആ വിധിയാനുള്ള യന്ത്രത്തിന്റെ പേര് ഡീറ്റെയിൽ ഒക്കെ വരും. എല്ലാവരും ഡീറ്റെയിൽ യന്ത്രങ്ങൾ ഏത് ദൈവത്തിനുடைய മന്ദിരമാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ശിവന്റെ മന്ദിരമും ഒരുപാട് പേരുകളുണ്ട്, സുബ്രഹ്മണ്യനുടെ പേർക്ക് അറിയാവുന്ന ശത്രു സംഹാരമുണ്ട്, ഇങ്ങനെ സടാചരം ഇങ്ങനത്തെ ഉണ്ട്. അത് ഏത് മന്ദിരമാണ് നിങ്ങൾക്ക് ചെയ്താൽ ഗുണം ഉണ്ടാകും അതുதான் വരും. അപ്പൊ ഈ ആഭിചാരം കൊണ്ട് മരണം വരെ സംഭവിക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ മരണം വരെ സംഭവിക്കാമെങ്കിൽ ഈ അതിന് ഏത് കാണ്ഡം വരണം? മരണത്തെ കുറിച്ച് പറയാം. മരണത്തെ കുറിച്ച് പറയുന്നത് 8ാമത്തെ കാണ്ഡം. 8ാമത് കാണ്ഡം. ആമാ 8ാമത്തെ കാണ്ഡം, 8ാவது ചാപ്റ്റർ. അത് എടുത്തുമ്പോൾ ഏത് വയസ്സിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അപകടം ഉണ്ടാകും, അത് എങ്ങനെ ഉണ്ടാകും, അത് നിങ്ങൾ കുടുംബത്തോടെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ബന്ധുക്കല്ലാത്ത ഒരു സ്ഥലത്തിൽ വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ ജനിച്ച സ്ഥലമാണോ അല്ലെങ്കിൽ വേറെ സ്ഥലമാണോ അല്ലെങ്കിൽ വിദേശമാണോ എന്ന് നിങ്ങൾക്ക് പറയും. ഈ മരണ കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത്, ഡേറ്റ് ഓഫ് ഡെത്ത് തന്നെ എടുത്ത് പറയും. അതായത് ആദ്യം നിങ്ങൾ ഏത് വയസ്സിൽ ഇങ്ങനെ അപകടം ഉണ്ടാകും, അതിന് ശേഷം അവസാന കാലഘട്ടത്തിൽ ഏത് മാസം ഏത് പ്രായത്തിൽ ഏത് മാസത്തിൽ ഏത് ആഴ്ചയിൽ ഏത് സമയത്തിൽ ഏത് നാൾ നക്ഷത്രം അങ്ങനെ എങ്ങനത്തെ ഉള്ള അസുഖം ഉണ്ടായി മരണം സംഭവിക്കും എന്ന് പറയും. അപ്പൊ ഈ മരണം അങ്ങനെ ആർക്കെങ്കിലും പ്രവചിച്ചതിന് ശേഷം അവർക്ക് അതുപോലെ സംഭവിച്ചായിട്ട് സ്വാമിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്? അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചില പറയാമോ ഒരു വിഷയം? അത് ഒരു വിഷയം പറഞ്ഞാൽ ഒരാൾക്ക് പറഞ്ഞത് അങ്ങനെ സംഭവിച്ചിരിക്കുന്നു, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചത് அதுக்கு ID ப்ரூஃப் வச்சாக்கா அவங்களுடைய அடுத்த ஜெனரேஷன் അത് കേട്ടിട്ട് നമ്മുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങയുടെ സഹോദരനോട് എനിക്ക് ബന്ധം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം എനിക്കൊരു അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ആളുടെ ഡേറ്റ് ഓഫ് ഡെത്ത് എടുത്തപ്പോൾ അത് ആ ദിവസം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണ ദിവസം. ആ ദിവസം തന്നെ വരും. അതായത് നാടി എടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസം എന്തോ ആണ്, എനിക്ക് വ്യക്തം ഒരു 20 വർഷം മുമ്പ് പറഞ്ഞു കേട്ടതാണ്. അപ്പൊ അയാൾ വന്ന് മദ്യപിച്ചിട്ട് വന്നിട്ട് അങ്ങയുടെ സഹോദരനോട് വളരെ ദേഷ്യപ്പെടുകയും മോശമായി സംസാരിക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത്, എനിക്കറിയില്ല, ഈ നാടിയിൽ എഴുതിയിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്,
അങ്ങനെയാണെങ്കിൽ ഈ ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വന്ന് എന്നെ എന്തെങ്കിലും പറയൂ, എനിക്ക് ഇതിൽ വിശ്വാസമുണ്ട്, അതിൽ എഴുതിയിരിക്കുന്നത് വായിക്കാൻ മാത്രമേ എനിക്ക് അറിയാവൂ എന്നാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്. പക്ഷെ അതിനുശേഷം ഞാൻ അന്വേഷിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ ദിവസത്തിന് ശേഷം അദ്ദേഹം വന്നില്ല, പിന്നെ അന്വേഷിച്ചപ്പോൾ മരണപ്പെട്ടു എന്നാണ് പറഞ്ഞു കേട്ടത്. അതുപോലെ അങ്ങേക്ക് അനുഭവം ഉണ്ടോ എന്നാണ്. അതുകൊണ്ടാണോ ഞങ്ങൾ വന്നിട്ട് ഇപ്പൊ ചേട്ടൻ പറഞ്ഞത് അടുത്ത ദിവസം നോക്കിയാൽ മതി പറഞ്ഞു. ആണാക്കാ നിങ്ങൾ മരണപ്പെട്ടു പോകണം പറയുന്നില്ല. ഏന്നാക്കാ നമുക്ക് അത് പറഞ്ഞാൽ അത് വിഷമം ഉണ്ടാകും. അതുകൊണ്ട് ഞങ്ങൾ എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് ഒരു അപകടം സംഭവിക്കും, സൂക്ഷിച്ചിരിക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഉദാഹരണത്തിന് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ എന്ന് മരിക്കും എന്നുള്ള ഡേറ്റ് എനിക്ക് കിട്ടുകയാണെങ്കിൽ എനിക്ക് ബാക്കിയുള്ള കാലഘട്ടം നന്നായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഉദാഹരണത്തിന് വിൽപ്പത്രം ഉൾപ്പെടെ എഴുതി വെക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ. അങ്ങനെ ആൾക്കാരെ വന്ന് കാണാറുണ്ടോ? അങ്ങനെ ഉണ്ട് വരാറുണ്ട്. ஒன்றும் ஒரு ரீதியில் கண்டுட்டு நோக்கிட்டு எல்லாரும் போய்கிட்டு இருக்கும். இப்போ நாடி வச்சு நோக்கியது சேஷம் நம்ம പറയുന്നത് ஒரு കഥ പോലാണ് എല്ലാവരും വിചാരിക്കുന്നത്. ஆனால் സംഭവിച്ചത് ശേഷം தான் ഇത് സത്യം എല്ലാവരും പറയും. അങ്ങനെ സംഭവിച്ചത് കൊണ്ട് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ആരെങ്കിലും ഭയം കാണിച്ചിട്ടുണ്ടോ? ഈ ഡേറ്റ് ഓഫ് ഡെത്ത് എടുക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ എടുക്കാൻ ഭയപ്പെട്ട് പിന്മാറുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട്? ഇല്ല, അത് ഞങ്ങൾ തന്നെ സ്വയമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ വേണ്ട, നീ പിന്നെ എടുത്താൽ മതി എന്നിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വയസ്സ് അനുസരിച്ച് ഞങ്ങൾ നോക്കി. ഇപ്പോൾ എനിക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു പേടി ഉണ്ടാകും. ഇന്ന് ചില ആൾക്കാർ ഞാൻ പറഞ്ഞുകൊണ്ട് ഇപ്പം ഇത് വേണ്ട, നോക്കി കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടും, പക്ഷെ അത് ഇപ്പം വേണ്ട, പിന്നെ നിങ്ങൾ എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പണത്തിന് വേണ്ടി മാത്രമല്ല, ഒരാളുടെ മനസ്സ് ദുഃഖിക്ക വേണ്ട. അത് പറയുന്ന കാര്യം വ്യക്തമായിട്ട് പറയും. അണക്ക് അപകടം വരുമെന്നാണ് സൂക്ഷിച്ച് പറയാം. അത് മേലോട്ടമായിട്ട് പറയണമെങ്കിൽ അത് വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞാക്കാ പെട്ടെന്ന് അത് സംഭവിച്ചിട്ട് പോയിടും. അടുത്ത ഒരു ദിവസം ഇങ്ങനെ ജീവിക്കണം എന്നാണ് നേരത്തെ ഞങ്ങൾ പറയുന്നത്. ശരി, ഇനി ഡേറ്റ് ഓഫ് ഡെത്ത് അതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരു ദിവസം നീണ്ടു പോകാൻ വേണ്ടി ആയുസ് വർദ്ധിക്കാനുള്ള എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും? പരിഹാരം ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു ജ്യോതിഷന്മാരുடைய സഹോദരിക്ക് நான் നോക്കി. ஜோதிஷமார் அவர் വലിയ ஒரு ஜோதிஷமாரான அவங்களுடைய சகோதரிக்கு நான் நோக்கிட்டு. அவங்களுக்கு நோக்கியதில் அவங்களுடைய சகோதரிக்கு 65ാമത്തെ വയസ്സിൽ ഇങ്ങനത്തെ ഈ മാസത്തിൽ നിങ്ങൾക്ക് ഒരു അസുഖം ഉണ്ടായി മരണം സംഭവിക്കുന്നു പറഞ്ഞു. അത് പ്രതിബന്ധിച്ച് അതിനകത്ത് പറഞ്ഞു. അത് ചെയ്ത്, പക്ഷേ അത് അത് ചെയ്ത കർമ്മ മാറിയത് കൊണ്ടാണോ വിശ്വാസത കൊണ്ടാണോ അവങ്ങൾ കുറച്ച് നീണ്ടുകൊണ്ട് പോയിരിക്കുന്നത് ജീവിതങ്ങൾ. ആയുസ് നിശ്ചയിക്കപ്പെട്ടതല്ല എന്നാണ് സ്വാമി. ആയുസ് നിശ്ചയിക്കപ്പെട്ടതല്ല, പക്ഷെ നിശ്ചയിക്കപ്പെട്ട രീതി നടക്കുന്ന സാധ്യതകൾക്കുണ്ട്. അത് അവங்களுடைய കർമ്മ, அந்த கர்மா மாறி കഴിഞ്ഞാலாம் നമുക്ക് ഇപ്പോൾ എല്ലാം പറയും, നിങ്ങൾ പുണ്യം ചെയ്യണം, ഈ പുണ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം നീണ്ടു പോകാം, ഇന്ന് പോകാൻ നാളെ ഒരു ദിവസം കണ്ടിട്ട് പോകാമെന്ന് പറയും. അപ്പൊ എനിക്ക് മനസ്സിലായത് ധർമ്മങ്ങൾ. അപ്പൊ എനിക്ക് മനസ്സിലായത് സ്വാമി, പൂർവ്വജന്മാർജിതമുള്ള കർമ്മത്തിനനുസരിച്ച് അവരുടെ മരണ ദിവസം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷെ ഈ ജന്മത്തില് അവർക്ക് വേണമെങ്കിൽ ഈ ആയുസ് വർദ്ധിക്കാൻ പാകത്തിലുള്ള കർമ്മങ്ങളും പരിഹാരങ്ങളും ചെയ്താൽ ആയുസ് നീട്ടിക്കൊണ്ടു പോവാം. ஆமா, இப்போ ஒன்று போன ஆளுக்கு நாளை ஒரு ദിവസமும் ஜீவிதங்கள் கிட்டான சாத்தியம் உண்டு. அது தர்மங்கள். நீங்கள் செய்த தர்மம் புண்ணியமான നിങ്ങൾക്ക് അവസാനത്തെ വരുന്നതെന്ന് പറയും. ആ ധർമ്മങ്ങൾ നീയും ഒരു ദിവസം വേറെ ഒരു ആൾക്കാരുടെ ആയുസ് പോയി നമുക്ക് ആ ഒരു ദിവസം കിട്ടും. അതായത് ഡേറ്റ് ഓഫ് ഡെത്ത് ഇപ്പൊ 8ാം കാണ്ഡത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ 8ാമ കാണ്ഡത്തില് മരണം സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പരിഹാരം ചെയ്താൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പറയും. ഇല്ലെങ്കിൽ ആ ദിവസത്തിന് മരണം ആ ദിവസം തീർച്ചയായിട്ടും സംഭവിക്കും. അത് അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിലെ ഒരാൾക്ക് നോക്കി, அவங்க രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട ഒരാൾ MLA தான் നോക്കിയത്. அவங்க നോക്കി കഴിഞ്ഞപ്പോൾ നല്ല ഒരു நம்ம ആളെ കണ്ടാക്കാ ഈ ആൾ എങ്ങനെ പറയുമെന്ന് அவங்க ചിന്തിക്കും. വേറെ നല്ല ആരോഗ്യമുള്ള ആളാണ് അല്ലേ? നല്ല ആരോഗ്യമുള്ള ആള്. നമ്മൾ പറയുന്ന ആൾക്കാർ ഇങ്ങനെ ആൾക്കാരുണ്ട്, ഇദ്ദേഹം പറഞ്ഞ് ശരിയായിട്ട് വരുമോ വരാതുകൊണ്ട് അവங்களுக்கு സംശയം ഉണ്ടാകും. പക്ഷെ അവർ കേട്ടത് ശേഷം தான் அவங்களுக்கு ஒரு விசுவாசம் ഉണ്ടാകും. இப்போ நான் இடைக்கு ஒரு ஆளுக்கு നോക്കിയത് ஒரு ഡൽഹിയിൽ ഉള്ള ഒരു എഴുത്താളർക്ക് നോക്കി. ஆமா, கலாசாகித்யம் உள்ள ஒரு ஆൾക്കാർക്ക് നോക്കിയത്. அவர் വലിയ ആളാണ്. അത് அவங்களுக்கு பயங்கர அவார்டு. அது அப்துல் கலாம் ஐயாக்கிட்ட இடத்துல அவார்டு வாங்கிச்ச ஒரு ஆൾക്കാർക്കാണ് നോക്കിയത്. அவங்க പേര് നമുക്ക് ഓർമ്മയില്ല. പക്ഷെ അവങ്ങളുടെ ഭാര്യ നോക്കി. അത് നോക്കി എന്തെന്നാക്ക വിചാരിച്ചത്, നിങ്ങളുടെ ഒരു അസുഖം ഉണ്ടാകും, പക്ഷെ ആ അസുഖമുള്ള സമയത്ത് നിങ്ങളുടെ ഭർത്താവ് കൂടെ നിൽക്കും, ആണാക്ക നിങ്ങൾക്ക് മരണം സംഭവിക്കില്ല. നിങ്ങളുടെ ഭർത്താവുക്ക് ആ സമയത്ത് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകും. ஆனால் 2 பேரும் ഒരേ ടൈമിൽ ஹாஸ்பிட்டலில், இப்போ നിങ്ങൾക്ക് ஹாஸ்பிட்டலுக்கு போகும்போது இந்த பர்த்தாவுக்கும் ஹாஸ்பிட்டலுக்கு கிடைக்காம சான்ஸ் உண்டாகும். அது என்ன ஒரு பேடியை குறித்து உண்டாகும். നിങ്ങൾക്ക് சிகிச்சை எடுக்க போகும்பொழுது அவங்களும் ஒரு ட்ரீட்மெண்ட் எடுக்கும்.
ശരി. അപ്പൊ രോഗം മാത്രമല്ല, അതിന്റെ രോഗത്തിന്റെ ചികിത്സ നടക്കേണ്ട ചികിത്സ നടക്കുന്ന കാലഘട്ടങ്ങൾ കുടുംബമായിട്ടാണെങ്കിൽ കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പറയും. എല്ലാം പറയും. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങ് ഒരു കാര്യം പറഞ്ഞോണ്ട് ഇപ്പൊ വീണ്ടും ഒരു അഡീഷണൽ ചോദ്യം ചോദിക്കുകയാണ്. ഉം. ഈ അവാർഡുകൾ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ, അതായത് സമൂഹം അംഗീകരിക്കുന്ന രീതിയിൽ വലിയ വലിയ അവാർഡുകൾ കിട്ടുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ഉണ്ട് ഉണ്ട് കലാ, ഉണ്ട്. സാഹിത്യം, സിനിമ, രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ സാധ്യതയും നമുക്ക് അറിയാൻ പറ്റൂ. അറിയാൻ പറ്റും. അത് ഏത് കാണ്ഡത്തിൽ നോക്കി അറിയാൻ പറ്റും? അത് 9 ഭാഗ്യം ആണോ? ബാക്കിയുമായിട്ടുള്ള കാണ്ഡങ്ങൾ. ഓ, അത് ശരി. ഓക്കെ. അപ്പൊ 9ാം കാണ്ഡം നോക്കുകയാണെങ്കിൽ അത് നമുക്ക് 9ാം കാണ്ഡം എടുത്ത് നോക്കുമ്പോൾ ഏത് ഗുരു കിട്ടും, ആശീർവാദം കിട്ടും, അച്ഛൻ്റെ അനുഗ്രഹം കിട്ടും, അച്ഛൻ്റെ വഴിയിൽ വരக்கூடிய ബന്ധുക്കൾ, ഇതെല്ലാം കൂടുതലുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് അറിയാം. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വേണമെങ്കിൽ 9ാം കാണ്ഡം, അതായത് ഭാഗ്യത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യം, ദുരിതങ്ങളും കഷ്ടപ്പാടും മാത്രമല്ല, ആഭിചാര ദോഷങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാനുള്ള മാർഗമുണ്ട്. കൂടാതെ നമ്മുടെ സൗഭാഗ്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്നും അത് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നും നാടിയിൽ പരിഹാരത്തിനുള്ള സംവിധാനം ഉണ്ട് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് 9ാം കാണ്ഡത്തെക്കുറിച്ച് ഇന്നൊരു എപ്പിസോഡിൽ വളരെ വിശദമായി അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. അതുവരെ നമസ്തേ.